ലോകം വളരെ ആശങ്കയോടെ ഗൗരവത്തോടെ പാനിക് സിറ്റുവേഷനോട് കൂടി തന്നെയാണ് അമേരിക്കൻ തീരുവ യുദ്ധത്തെ നോക്കിക്കാണുന്നത്. കാരണം ഇവിടെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള മൊത്തം ട്രേഡ് നോക്കുമ്പോൾ അത് ഏതാണ്ട് 1 ട്രില്യനോളം വരും. ഇറക്കുമതി കയറ്റുമതി എല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ. അത് മാത്രമല്ല, ഗുഡ്സ് മാത്രമല്ല, സർവീസസിൻ്റെ കയറ്റുമതിയുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ് പറയുക. മാനുഫാക്ചർഡ് ഗുഡ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അല്ല, ഗുഡ്സ് ആണ്. ഈ ഗുഡ്സിൻ്റെ കയറ്റുമതി ഇറക്കുമതി നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് വ്യാപാര കമ്മിയാണ്. പക്ഷേ സർവീസസ്, അപ്പോൾ ടെക്നോ സെൻട്രിക് പ്രോഡക്ട്സിൻ്റെ കയറ്റുമതിയുണ്ട്. അതിന് കാര്യമായ നികുതി ഉണ്ടാകുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. അവിടെ അമേരിക്കയ്ക്കാണ് ഏതാണ്ട് $33 ബില്യൺ വ്യാപാര മിച്ചമുണ്ട്. പക്ഷേ മറ്റേ ഹ്യൂജ് $295 ബില്യൺ വ്യാപാര കമ്മി നികത്താൻ ഈ 30 പരം ബില്യൺ പോരാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ ആകമാന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കയറ്റുമതി ഇറക്കുമതി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 1 ട്രില്യനാണ്. അത് ഭീമമായ ഒരു തുകയാണ്. ആഗോള ട്രേഡിൻ്റെ ഒരു നല്ല ശതമാനം വരും അമേരിക്ക ചൈന വ്യാപാരം. അതേപോലെ തന്നെ വരും, ഏതാണ്ട് തത്തുല്യമായ ഫിഗറിൽ വരും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും, 27 അംഗ യൂറോപ്യൻ യൂണിയൻ സമൂഹവുമായുള്ള ആ ഒരു ബന്ധവും അതുപോലെ തന്നെ വഷളായിരിക്കുന്നു. ഇവിടെയാണ് ഭാരതത്തിന് എന്താണ് സാധ്യത എന്ന് കാണേണ്ടത്. കാരണം നമ്മൾ നോക്കുമ്പോൾ 27% എങ്ങനെയാണ് ഭാരതത്തെ പോലെ ഒരു സുഹൃത്ത് രാജ്യം, വിതിൻ കോട്ട്സ് സുഹൃത്ത് രാജ്യത്തിന് നേരെ തീരുവ അടിച്ചേൽപ്പിക്കുക. ട്രംപിൻ്റെതായ കണക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കണക്കുണ്ടല്ലോ. ആ കണക്കനുസരിച്ചാണ് ഇന്ത്യയോട് ചെയ്തത്. ഇന്ത്യ ടഫ് നെഗോഷിയേറ്ററാണ്, ടഫ് ബാർഗെയിനറാണ്. മോദി സുഹൃത്താണെങ്കിലും ഇന്ത്യയുമായി കച്ചവടം നടത്താൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ചുകൊണ്ട് 26%, ആദ്യം 26, പിന്നീട് 27 എന്ന് റീകാൽക്കുലേറ്റഡ് ഫിഗേഴ്സാണ്. അത് നിലവിൽ വരാൻ പോവുകയാണ്. ഉടനെ നിലവിൽ വരികയാണ്. ഇന്ത്യക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? എനിക്ക് തോന്നുന്നത് ഈ തന്ത്രപരമായി കരുക്കൾ നീക്കി കളിക്കുന്ന ഭാരതത്തിൻ്റെ ഭരണകൂടത്തെ കാണുന്നു. എന്താണ് ഈ തന്ത്രപരമായി കരുക്കൾ നീക്കുക എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ വലിയ മാനസിക ആഘാതമേറ്റിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ ആഘാതമുണ്ടാകും. ഇപ്പോൾ ഇന്ത്യയുടെ പക്ഷേ ഒരു നല്ലൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യക്ക് കയറ്റുമതി അധിഷ്ഠിതം മാത്രമല്ല ഇന്ത്യയുടെ വ്യവസായങ്ങൾ. കയറ്റുമതി അധിഷ്ഠിതമല്ലാത്ത ആഭ്യന്തര വിപണിക്ക് വേണ്ടിയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ അമേരിക്കൻ വിപണിയെ മാത്രം, അമേരിക്കൻ കയറ്റുമതിയെ മാത്രം ആശ്രയിച്ചല്ല ഭാരതം ജീവിക്കുന്നത് എന്നത് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷേ നമ്മുടെ GDP-യിൽ കാര്യമായ ഇടിവുണ്ടാകാൻ ഈ ഒരു കയറ്റുമതി തീരുവ യുദ്ധം കാരണമായേക്കാം. അതുകൊണ്ട് ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റിലേക്ക് നീങ്ങാൻ ഇന്ത്യ ശ്രമിക്കുകയാണ്. അതൊരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിനുള്ളിൽ ഈ വർഷം തന്നെ അത് നടക്കുമെന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ തീരുവ യുദ്ധത്തിൻ്റെ ആഘാതം കുറച്ചുകൊണ്ടുവരാം. കുറച്ചുകൂടി ന്യായമായ തീരുവകളിലേക്ക് ഭാരതവും അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നികുതി കാര്യമായി കുറയ്ക്കേണ്ടി വരും. നല്ല രീതിയിലുള്ള നെഗോസിയേഷൻസ് നടക്കുന്നു. കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി ജയശങ്കറും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും, അതാണല്ലോ അവരുടെ വിദേശകാര്യമന്ത്രി, തമ്മിൽ നടന്ന ചർച്ചകളിൽ ചില ധാരണകൾ ഉണ്ടായതായി മനസ്സിലാക്കുന്നു. അത് വെളിയിൽ വിട്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തൽക്കാലം ഭാരതത്തിനും മോദി സർക്കാരിനും മുഖം നഷ്ടപ്പെട്ടു എന്നത് കൃത്യമായി നമുക്ക് പറയാം. പക്ഷേ സ്വല്പം ലൈങ് ലോ, ഇപ്പോൾ സ്വല്പം അടങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ ഭാവിയിൽ പ്രയോജനം ചെയ്യും. ആ പ്രയോജനമെന്ന് പറയുന്നത്, ഇന്ത്യ കാണുന്ന പ്രയോജനമെന്ന് പറയുന്നത്, ഇന്ത്യയുടെ കയറ്റുമതിയുടെ നല്ല പങ്ക് അമേരിക്കയിലേക്ക് പോകുന്നതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് 3-4 രാജ്യങ്ങളാണ് ഏഷ്യയിലെ. ഒന്ന് ചൈന തന്നെയാണ്. അപ്പം ചൈനയുടെ കയറ്റുമതിയും ഇന്ത്യയുടെ കയറ്റുമതിയും തമ്മിൽ അജഗജാന്തരമുണ്ട്. ഇന്ത്യയെക്കാളും വളരെ കൂടുതൽ കാര്യങ്ങൾ ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. പക്ഷേ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളുടെയും പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് മാറാൻ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഒഴിവാക്കുമ്പോൾ 104% ടാരിഫിൽ ഏതായാലും ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ചൂടൊപ്പം പോലെ വിറ്റഴിയില്ല എന്നത് നിസ്സംശയം പറയാം. അങ്ങനെയെങ്കിൽ വളരെ വലിയ വിപണിയാണ് ഇന്ത്യക്ക് തുറന്നു കിട്ടുന്നത്. ചൈനീസ് പ്രോഡക്റ്റ്സ് പിന്മാറുമ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റ്സ് അമേരിക്കൻ വിപണിയിൽ വലിയ തോതിലെത്തും എന്ന ഒരു പ്രതീക്ഷ. 2, വിയറ്റ്നാമിന് 47%. വിയറ്റ്നാം ഒരു കോമ്പറ്റീറ്ററാണ് തുണിത്തരങ്ങളുടെ കാര്യത്തിലും മത്സ്യ സംസ്കരണ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ വിയറ്റ്നാം ഒരു കോമ്പറ്റീറ്ററാണ്. ഈ ഷൂ പ്രൊഡ്യൂസിങ്, ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ അവിടെയും വലിയ നികുതി ആയതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ചെറിയ ആശ്വാസമുണ്ട്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഇന്ത്യയെക്കാളും കൂടുതൽ തീരുവയുണ്ട്. അപ്പോൾ സൗത്ത് ഏഷ്യയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അവിടുത്തെ കോമ്പറ്റീറ്റേഴ്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് കൊണ്ട് ഒരു രജത രേഖ അവിടെ
വരികയാണ്. അതുമാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള വലിയ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഷ്രിംപ് എക്സ്പോർട്ടാണ്. നമുക്ക് കൊഞ്ചിൻ്റെ കയറ്റുമതി കേരളത്തിലല്ല കാര്യമായി ഉൽപ്പാദിപ്പിക്കുന്ന ഈ കൊഞ്ച് പാടങ്ങൾ അല്ലേ, അക്വാ കൾച്ചർ ചെയ്യുന്ന ഈ പാടങ്ങളാണ്, മീൻ ഉൽപ്പാദന പാടങ്ങൾ. അപ്പോൾ ഈ പാടങ്ങളിൽ കൃഷി ചെയ്യുന്ന കൊഞ്ചാണ് അല്ലെങ്കിൽ ഷ്രിംപ് ആൻഡ് ചെമ്മീനാണ് കയറ്റുമതി ചെയ്യുന്നത്. ആ കയറ്റുമതി, കാരണം ആകെ മത്സ്യ കയറ്റുമതിയുടെ ഏതാണ്ട് 60-70% ഈ ഉൽപ്പന്നത്തിൻ്റെ മാത്രമാണ്. അപ്പോൾ ഷെൽഡ് ഫിഷ് അതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ മാത്രമാണ്. അപ്പോൾ അത് ഏതാണ്ട് പൂർണ്ണമായി തകരുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ 2000-ഓളം കപ്പലുകളാണ് ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ ഈ ചെമ്മീൻ കൊഞ്ച് വഹിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ കുറേ കപ്പലുകൾ കിഴക്കോട്ടാണ് നീങ്ങുന്നത്. അത് തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും വിയറ്റ്നാമിലും ഒക്കെയുള്ള സംസ്കരണശാലകൾ, മൂല്യവർദ്ധന വരുത്തണം. ഈ കൊഞ്ചിനെ മൂല്യവർദ്ധന വരുത്തി റെഡിയാക്കി എന്നിട്ടാണ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു വലിയ ആശയക്കുഴപ്പം നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഈ ഗുഡ്സ് അവിടെ എത്തിയാൽ സ്വീകരിക്കപ്പെടുമോ, എന്തായിരിക്കും നികുതി? ഇപ്പോൾ ഒരു കൂട്ടർ പറയുന്നു, ഇപ്പോൾ കയറ്റിവിടുന്ന സ്ഥിതിക്ക് 10% ടാരിഫ് തന്നെ കയറ്റിവിടുന്ന ഈ യുദ്ധം നിലവിൽ വരുന്നതിന് മുൻപുള്ള ദിവസം സംസ്കരിച്ച് കയറ്റിവിടുന്നതിന് ഈ പഴയ ടാരിഫ് തന്നെ ഉണ്ടാവൂ എന്നൊരു കൂട്ടർ പറയുമ്പോൾ അങ്ങനെയല്ല. പുതിയ ടാരിഫ് വന്നു കഴിഞ്ഞാൽ വലിയ ബ്ലഡ് ബാത്താണ് അവിടെയും നടക്കുക. ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള ചെമ്മീൻ പാടങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. ഏതാണ്ട് $4 ബില്യൺ സീ ഫുഡ് ആൻഡ് അതർ മീറ്റ് പ്രോഡക്ട്സ് അതിൻ്റെ കയറ്റുമതിയുണ്ട്, അതിനെ ബാധിക്കും. അങ്ങനെ സമസ്ത മേഖലകളെയും ബാധിക്കാൻ കഴിയുന്നതും, എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിൻവാങ്ങുകയാണെങ്കിൽ, വ്യാപാര യുദ്ധം മൂത്ത് പിൻവാങ്ങുകയാണെങ്കിൽ ആ സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കാൻ ഭാരതത്തിന് കഴിയും എന്ന ഒരു വിദൂര പ്രതീക്ഷയുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിലെ നഷ്ടം ഉടനെ എങ്ങും നികത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഉടനടിയില്ല. വലിയ തോതിലുള്ള ഇൻവെസ്റ്റേഴ്സാണ് അല്ലേ, ഏതാണ്ട് 30 കോടിയോളം നിക്ഷേപകരുടെ, മിക്കതും ചെറുകിട നിക്ഷേപകരാണ്. അവരൊക്കെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഓഹരികളിലാണ് അവരുടെ നിക്ഷേപം. ഈ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സൊക്കെ, ഇപ്പോൾ സെൻസെക്സൊക്കെ വലിയ വെയിറ്റേജ് ഉള്ള ബിഗ് ക്യാപ്പ് കമ്പനികളാണ്, ലാർജ് ക്യാപ്പ് കമ്പനികളാണ്, അതാണ് ഇൻഡെക്സ് വെയിറ്റേജ്. പക്ഷേ ചെറിയ കമ്പനികൾ, അതിലൊക്കെ ചെറിയ തോതിൽ ഓഹരി വിപണിയിൽ പണം മുടക്കിയിട്ടുള്ള, മ്യൂച്വൽ ഫണ്ടുകളിൽ പണം മുടക്കിയിട്ടുള്ള കോടിക്കണക്കിന് നിക്ഷേപകരുടെ കണ്ണീരിന് മേലാണ് ഈ വ്യാപാര യുദ്ധം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകുമോ ദീർഘകാലാടിസ്ഥാനത്തിൽ? എൻ്റെ ഒരു ഔട്ട്ലുക്ക് അൾട്ടിമേറ്റ്ലി ഇപ്പോൾ അത് വലിയ പ്രശ്നം തന്നെയാണ്, പക്ഷേ അൾട്ടിമേറ്റ്ലി പോസിറ്റീവ് തന്നെയാണ്. ഇൻഡോ അമേരിക്കൻ വ്യാപാരം വലിയ തോതിൽ കുതിച്ചുയരാനുള്ള സാധ്യത കാണുന്നു. ഇപ്പോഴുള്ള ഏതാണ്ട് $129 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ഒരു $250 ബില്യൺ എങ്കിലുമാകും ബൈ ദ എൻഡ് ഓഫ് ദി ഡെക്കേഡ് എന്നാണ് പ്രതീക്ഷ. അത് 500 ബില്യൺ ആക്കണം എന്ന ശുഭാപ്തി വിശ്വാസം നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ കഴിഞ്ഞ മാസം കണ്ടപ്പോൾ സൂചിപ്പിച്ചു. പക്ഷേ അത് മറ്റു വിപണികൾ തകർന്നാൽ ഇന്ത്യൻ വിപണി കുതിച്ചു കയറാനുള്ള സാധ്യത അത് മാത്രമാകുന്നു രചിതരേഖ. പക്ഷേ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ ആഗ്രഹിക്കുന്നത് നടപ്പാകൂ എന്നും ഓർക്കണം.